ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് നമ്മൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, അതുപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അത് വേറൊരു സെക്ഷൻ. അങ്ങനെ അമേരിക്ക ക്യൂബയുടെ മേളിൽ സമ്മർദ്ദം ഇടുന്നുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംഭവബഹുലമായിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രാഥമികമായിട്ട് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഇപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സൈറൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു യുദ്ധകാലത്ത് എങ്ങനെയാണോ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആ മാതൃകയിൽ സൈറൻ ടെസ്റ്റ്, അതായത് മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ സൈറൻ അടിക്കും. അപ്പോൾ ആ സമയത്ത് ബങ്കറിൻ്റെ ഉള്ളിൽ പോയി സേഫായിട്ട് സുരക്ഷിതരായിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇവാക്യുവേഷൻ ഓർഡേഴ്സ്, അമേരിക്കൻ പൗരന്മാർ, അവരുടെ എംബസി ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് എടുത്തെങ്കിലും നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എമർജൻസി ആയിട്ട്. ഇതിൽ പ്രത്യേകിച്ച് അവർ ഏരിയ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഓൾഡ് സിറ്റി ഓഫ് ജെറുസലേം, ഗാസ സൈഡ്, നോർത്ത് ഇസ്രായേൽ, അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഉള്ളിൽ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഈജിപ്ഷ്യൻസ് ഏരിയ, ഇത്തരം ഏരിയകളിലൊക്കെ തീവ്രവാദ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. 2 പേജ് അടങ്ങുന്ന പ്രസ്താവനയാണ് അമേരിക്കയിൽ നിന്നും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഇസ്രായേൽ ഇവാക്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൽ നിന്നും തകൃതിയായിട്ട് അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചൈനയും അവരുടെ പൗരന്മാരെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചൈന കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഇനഫ് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ ജനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിക്കും തിരക്കും തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ ഉള്ളിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൈക്ക് ഹക്കബേ USNY ആണ്, ഇസ്രായേലിലെ USNY. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ വിട്ട് പുറത്തു പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പുള്ളിക്കാരനും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ജനീവ ചർച്ചയുടെ ബാക്കി പത്രമായിട്ടാണ് ഈ നടപടിക്രമങ്ങളെയൊക്കെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനീവ ചർച്ചയെക്കുറിച്ച് ഒമാനിന് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്, ഇറാനും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ അമേരിക്കയ്ക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല ഉള്ളത്. I am confident and in my assessment of the way the talks are going, I think there is really, I can see that a peace deal is within our reach. We just allow diplomacy the space it needs to get there, because I don't think any alternative to diplomacy is going to solve this process, because we have already achieved quite a substantial progress in the direction of a deal. And the heart of this deal is very important, and I think we have captured that heart. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ട് ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ആ ഫെസിലിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് IAEAയുടെ ചീഫായിട്ടുള്ള ഗ്രോസി, പുള്ളിയും ജനീവയിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇസ്ഫഹാനിൽ നിങ്ങളുടെ കയ്യിലുള്ള യുറേനിയം സൂക്ഷിച്ചു വെച്ചോളൂ, അത് ഒരു തരത്തിലുള്ള റേഡിയേഷൻ ലീക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ അതിനെ ഭദ്രമാക്കി വെക്കണം, ആ ചുമതല ഇറാനുള്ളതാണ്. പുള്ളിക്കാരൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ഇസ്ഫഹാനിൽ എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇറാൻ എന്ന് പറയാതെ പറയാണ്. ഇതാണ് പുള്ളിക്കാരൻ വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ നിന്നും ഇസ്ഫഹാന്റെ ഉള്ളിലാണോ 60% എൻറിച്ച്മെന്റ് കംപ്ലീറ്റ് ആയ യുറേനിയം ഇസ്ഫഹാനിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്ഫഹാനിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഈ IAEAയുടെ ചീഫായിട്ടുള്ള ഗ്രോസിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആക്രമണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് Well, they should make a deal, but they don't want to quite go far enough, and it's too bad. Look, we've been playing with them for 47 years, and that's a long time. They've been blowing the legs off our people, blowing the face off our people, the arms. They've been knocking out ships one by one. But every month there's something else, so you can't put up with it too long. We're not happy with the negotiation. They just don't want to. They don't want to say the key words. We're not going to have a nuclear weapon. They have to say we're not going to have a nuclear weapon, and they just can't quite get there. They want to enrich a little bit. You don't have to enrich when you have that much oil. So I'm not happy with the negotiation. ഞാനിപ്പോൾ അറ്റാക്ക് നടത്തുന്നില്ല എന്നുള്ള ക്ലെയിം ഒന്നും വെക്കുന്നില്ല. പക്ഷേ സിറ്റുവേഷൻ ഇതാണ്, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇസ്രായേലാണ് ആക്രമണം നടത്താൻ പോകുന്നത്. ഇസ്രായേലും അമേരിക്കയും ജോയിൻ ചെയ്ത് അറ്റാക്ക് നടത്തും. ഇതിനു മുമ്പ് ഇസ്രായേൽ ചെലവെല്ലാം ഞങ്ങൾ വഹിച്ചോളാം എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും കടുത്ത സമ്മർദ്ദം. അമേരിക്ക എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോയി ഇപ്പം ഇറാനെ ആക്രമിക്കണം? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അമേരിക്കയുടെ ഉള്ളിൽ ഇൻഡയറക്റ്റ് സർവേയിൽ തന്നെ 20% ആൾക്കാർ മാത്രമേ ഈ ട്രംപിന്റെ ഇറാന്റെ മേലിലുള്ള ഈ ഒരു ആക്രമണത്തെ അനുകൂലിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്.
പക്ഷേ ആ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഡോമിനേഷൻ എന്നുള്ളത് ഇസ്രായേലിന്റെ ചുമതലയാണ്. ഇസ്രായേലിന് ഒരു ഭീഷണിയാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്ന ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെയും കൂടി ചുമതലയാണ്. അതുകൊണ്ട് യൂറോപ്പ്, നാറ്റോ ഇതെല്ലാം തന്നെ അമേരിക്കയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പം നിലവിലെ തീരുമാനം. ഇതാണ് ഇപ്പോൾ അന്തിമ തീരുമാനമായിട്ട് മനസ്സിലാക്കാൻ വരുന്നത്. സോ ആൾമോസ്റ്റ് ഒരു എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിക്ചർ വളരെ വ്യക്തമാണ്. ഞാനൊരു മാപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. IDFന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ സൈഡിൽ നിന്നും ഒരു പ്രസ്താവന ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പാനിക് ആവേണ്ട ആവശ്യമില്ല, തീവ്രവാദ ആക്രമണങ്ങളെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു അലേർട്ട് കൊടുക്കുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ്. തീവ്രവാദ ആക്രമണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരുന്ന തീവ്രവാദ ആക്രമണം എവിടെ നിന്നാണ്? തീർച്ചയായിട്ടും പ്രോക്സികളുടെ സൈഡിൽ നിന്നാണല്ലോ. ആ പ്രോക്സികൾ ആരാണ്? ഇറാൻ വളർത്തിയെടുക്കുന്ന പ്രോക്സികൾ, ഹിസ്ബുള്ള, ഹമാസ്, ഇതേപോലത്തെ പ്രോക്സികളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇസ്രായേൽ അഥവാ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ വീണ്ടും ഞങ്ങളൊരു മുന്നറിയിപ്പ് തരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് IDFന്റെ സൈഡിൽ നിന്നും. ഇസ്രായേലാണെങ്കിൽ ഇന്നലെ ബെൻഗുറിയൻ എയർപോർട്ടിലും അതേപോലെ തന്നെ ഒബ്ഡ എന്ന് പറഞ്ഞ ഒരു എയർബേസ് ഉണ്ട് അവിടെ, ആ എയർബേസിലും അമേരിക്ക അവരുടെ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഇതുവരെ അമേരിക്ക നടത്തിയ കുറേ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് പല പല രാജ്യങ്ങളിലുള്ള ബേസുകളിലായിട്ട് അവർ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിന് പുറമെയാണ്. ഇത് ആ കൗണ്ടിൽ പെടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് തകൃതിയായിട്ടുള്ള ആയുധങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്, അമ്യൂണിഷൻസ്, ബോംബുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോംബ് ആക്രമണം തകൃതിയായിട്ട് നടത്താൻ ഇസ്രായേൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ പിന്നെ പറയണ്ടല്ലോ, F-35 എടുത്ത് അവർ ചറപറാങ് നടത്തും. അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലാണ് ഫ്രണ്ട് ലൈനിൽ ആക്രമണം നടത്താൻ പോകുന്നത്. അമേരിക്ക സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്യും. അതാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് ഇറാനെതിരെ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ സഹകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അമേരിക്ക ശക്തമായി ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദേ ആർ റെഡി ഫോർ വാർ. നമ്മുടെ ചാനലിൽ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ നമ്പർ 1039 ആണ്. ആ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കോ അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ, ഈ രണ്ട് മാധ്യമങ്ങളും ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആഫ്റ്റർ ജനീവ ഡിസ്കഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ സെൻകോമിന്റെ സൈഡിൽ നിന്നും അഥവാ പെന്റഗന്റെ സൈഡിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടന്നതായിട്ടാണ് ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവരതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ ഫ്രണ്ട് ലൈനിൽ ഇറക്കി കളിക്കാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിക്കുന്നത് എന്നുള്ള വാർത്ത കൃത്യമായിട്ട് ഇവര് പ്രിന്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം ശരിക്കും അതേ മുറയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അമേരിക്കയ്ക്ക് ഇനി ഇതൊരു നാണക്കേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ചെറിയൊരളവിൽ നാണക്കേട് തന്നെയാണ്. കാരണം അമേരിക്ക ഒറ്റയ്ക്ക് വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നതാണ് ഇറാന്റെ മുന്നിൽ. ഇതുവരെ ഈ മൊമെന്റ് വരെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ തികച്ചും നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യാം എന്നുള്ള വാഗ്ദാനം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് 1-2 വാർഷിപ്പുകൾ നഷ്ടപ്പെട്ടാൽ അത് വലിയ ദുരന്തമല്ലേ എന്നുള്ള തരത്തിലൊക്കെ ചിന്തിച്ചിട്ടാണോ എന്തോ നമുക്കറിയില്ല. ഈ ഫ്രണ്ട് ലൈനിൽ ഫൈറ്റേഴ്സിനെ ഇറക്കുന്നതിൽ അമേരിക്കയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ഇസ്രായേൽ തന്നെ ആയിക്കോട്ടെ. കാരണം ഇസ്രായേലിനാണല്ലോ ഇതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത്. ഇറാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതും ഇസ്രായേലിനെയാണല്ലോ. ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ഇസ്രായേലാണ്. സോ ഇസ്രായേൽ തന്നെ ഫ്രണ്ട് ലൈൻ ഇറങ്ങി അടിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. പൂർണ്ണമായിട്ടും പിൻവലിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പെരുത്ത നാണക്കേടാണ്. ട്രംപിന് പിന്നെ വേറെ എവിടെയും പോയിട്ട് അമേരിക്ക നമ്പർ 1 ഗ്രേറ്റ് എന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രൈഡേ പ്രയറിൽ ആയത്തുൽ ഖമനേയി സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് ഇനി ആരുമായിട്ടും ഒരു ചർച്ചയില്ല, ഇതോട് ചർച്ച അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് അവിടെ ഡെത്ത് ടു അമേരിക്ക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറയുകയുണ്ടായി. അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുയായികളും ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാപ്പാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ മാപ്പിൽ കൃത്യമായിട്ട് അമേരിക്കയുടെ ഡിപ്ലോയ്മെന്റുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഡിപ്ലോയ്മെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തുർക്കിയുടെ ഉള്ളിൽ 25 ഫൈറ്റർ ജെറ്റുകൾ, 2 വാർഷിപ്പ്, ഇതാണ് തുർക്കിയുടെ ഏരിയയിലുള്ളത്. ഇതും ഇറാനെതിരെ തന്നെയാണ്. അമേരിക്ക പറഞ്ഞാൽ പിന്നെ തുർക്കിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. വല്ലാത്ത തരത്തിൽ ഉമ്മത്ത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചാലും അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും തുർക്കിക്ക് ആ സൈഡിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഇറാൻ എവിടെ കിടക്കുന്നു, പിന്നെ ഉമ്മത്തൊക്കെ ഏതെങ്കിലും മൂലയിൽ കിടക്കും. അത്രേ ഉള്ളൂ തുർക്കിയുടെ തയബർദകന്റെ ഉമ്മത്ത് സ്നേഹം. അതങ്ങ് മനസ്സിലാക്കുക. ഇപ്പം 25 ഫൈറ്റർ ജെറ്റുകൾ,
അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ തുർക്കിയുടെ ഉള്ളിലുണ്ട്. ആവശ്യം വന്നാൽ അവിടെ നിന്നും അവർ ടേക്ക് ഓഫ് ചെയ്ത് ഇറാനെ അറ്റാക്ക് ചെയ്യും. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ജോർദാൻ്റെ ബേസിലുള്ള വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ജോർദാൻ ബേസിൽ 153 എയർക്രാഫ്റ്റുകളാണ് ജോർദാൻ ബേസിലുള്ളത്. ജോർദാൻ ബേസ് വൺ ഓഫ് ദ കീ എയർബേസ് ഫോർ ഇറാൻ ഓപ്പറേഷൻ. അമേരിക്കയുടെ കീ എയർബേസ് ആണ് ഇറാൻ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ജോർദാൻ എയർബേസിൽ ഏതാണ്ട് 16 F-15E കാറ്റഗറിയിൽ പെടുന്ന വിമാനങ്ങളുണ്ട്, 11 F-22 റാപ്റ്റർ കാറ്റഗറിയിൽ വരുന്ന വിമാനങ്ങൾ, 30 F-35 വിമാനങ്ങൾ, 24 F-16. ഇതിലുപരിയായിട്ട് റഡാർ സംവിധാനങ്ങളുള്ള അവാക്സ് കാറ്റഗറിയിൽപ്പെട്ട സർവൈലൻസ് വിമാനങ്ങൾ, അതുപോലെ തന്നെ എയർ ടാങ്ക് റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായിട്ടിരിക്കുകയാണ് ജോർദാൻ്റെ ബേസിൽ. അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്കുള്ളിൽ 70 ഫൈറ്റർ ജെറ്റുകളാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് 2 വാർഷിപ്പുകളും ഉണ്ട് സൗദിയുടെ പരിസരത്ത്. ജിബോട്ടിയിലുള്ള അമേരിക്കൻ ബേസിൽ 5 എയർക്രാഫ്റ്റുകളുണ്ട്. ഇറാഖിൽ 0 എയർക്രാഫ്റ്റ്സ് ആണ്, പക്ഷേ അവിടെ MQ-9 റീപ്പർ ഡ്രോണുകളുണ്ട്. അവിടെ ഒരു കാർഗോ എയർക്രാഫ്റ്റും അവിടെ ഉണ്ട്. ഈ ഡ്രോൺ സംവിധാനം കൃത്യമായിട്ട് ഇറാഖിന്റെ ബേസിൽ ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഇറാഖുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയാണ്. ജിയോഗ്രാഫിക്കലി അങ്ങനെയാണ് അതിന്റെ ലാൻഡ് നേച്ചർ. അപ്പം അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് ശരിക്കും സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ സംവിധാനം അവിടെ നിന്ന് വിന്യസിക്കാനാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഈ തബ്രീസ് പോലത്തെ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അവർക്ക് നിരീക്ഷണം നടത്താൻ കഴിയും. കാരണം ആ മേഖലയിലൊക്കെ ഇറാൻ്റെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ ആംഡ് ഫോഴ്സ് സംവിധാനങ്ങളൊക്കെ ആ പരിസരത്തുണ്ട്. അപ്പോൾ അതൊക്കെ നിരീക്ഷണം നടത്താനാണ് MQ-9 റീപ്പർ ഡ്രോണുകളെ മാത്രം അവിടെ വെച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ബേസുകളും, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് എയർ ബേസുകളും അവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് 63 ഫൈറ്റർ ജെറ്റുകൾ ഇതിനുവേണ്ടി മാത്രമുണ്ട്. അതായത് ഈ സൗദി അറേബ്യയിലുള്ള 70 ഫൈറ്റർ ജെറ്റുകൾക്ക് പുറമെയാണ് ഈ 63 ഫൈറ്റർ ജെറ്റുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന് വേണ്ടി മാത്രം അമേരിക്ക ഫോക്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ അടുത്ത് 2 വാർഷിപ്പുകളുണ്ട്. ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ ആ ഏരിയയിൽ 18 ഫൈറ്റർ ജെറ്റുകളുണ്ട്. അതുപോലെ തന്നെ 5 വാർഷിപ്പുകളുണ്ട്. ഈ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് അമേരിക്കയുടെ USS അബ്രഹാം ലിങ്കനും ആങ്കർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈഡിൽ നമ്മൾ അസർബൈജാൻ റൂട്ട് അത്തരത്തിൽ നമ്മൾ യൂറോപ്പിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യൂറോപ്പിന്റെ സൈഡിൽ നിന്നും 93 എയർക്രാഫ്റ്റുകളുണ്ട്. അത് പോർച്ചുഗൽ, സ്പെയിൻ, സെർബിയ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ 93 ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ തവണ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും 300+ ഫൈറ്റർ ജെറ്റുകളായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി വിവരം അനുസരിച്ച് 442 ഫൈറ്റർ ജെറ്റുകളാണ് മൊത്തത്തിൽ ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ളത്. അതാണ് ഇസ്രായേൽ ഒഴികെ മറ്റുള്ള എയർബേസുകളിലുള്ള കണക്കാണിത്. 442 ഫൈറ്റർ ജെറ്റുകൾ. ഇപ്പോൾ ഇതിനോടൊപ്പം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കുത്തനെ കൂടും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഈ 442 ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല 14 വാർഷിപ്പുകളും കൂടിയുണ്ട് ആ പരിസരത്ത്. ഇപ്പം ഏകദേശം അമേരിക്കയുടെ ആ ഒരു ഒഫൻസീവ് അറ്റാക്ക് മെത്തേഡ് അവർ എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇറാൻ്റെ ഉള്ളിൽ അമേരിക്ക മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ഫോർദോ, ഇസ്ഫഹാൻ, നറ്റാൻസ്, ഈ 3 സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കും. അതിലുപരിയായിട്ട് ടെബ്രീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ടെബ്രീസിലുള്ള IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതേപോലെ അവരുടെ ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും ഫോക്കസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ഇറാന്റെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഹമാസ് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. കത്ത് 2 രാജ്യങ്ങൾക്കും എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനും എഴുതിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനും എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ പോയിട്ട് ഹമാസ് നടത്തിയ ക്രൂരകൃത്യമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹമാസ് ഇസ്രായേലിൽ മാത്രമല്ല, ഹമാസിന്റെ ഇൻഫ്ലുവൻസ് പാകിസ്ഥാനിലും POKയിലും നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ട് തന്നെയാണ് ഇസ്രായേലിലേക്ക് നമ്മൾ യാത്ര ചെയ്തത്. ഇസ്രായേലുമായിട്ട് കൈകോർത്ത് നിൽക്കാനുള്ള ഒരു കൺവിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ പാർലമെന്റിൽ വെച്ചിട്ട് പറഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഹമാസിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് കൂടാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള ഉപദേശമാണ് പാകിസ്ഥാനും അതേപോലെ അഫ്ഗാനിസ്ഥാനും എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ അഹമ്മദ് ഷെരീഫ്, അവിടുത്തെ ആർമിയുടെ ചീഫ്, ഈ പുള്ളിക്കാരനാണ് ഇന്ത്യയെ വിളിച്ച് കാല് പിടിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇവരാണോ ഈ അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്ന ഇവരാണോ നമ്മളുടെ സഹോദരങ്ങൾ? ഇവർ ശരിക്കും നമ്മളുടെ സഹോദരങ്ങളല്ല, ഇവർ തീവ്രവാദികളാണ്, ഇവർ സ്ത്രീകളെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരെ സ്കൂളിൽ വിടത്തില്ല, അതുപോലെ അവരെ സ്ത്രീകളെ അടിമകളെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുള്ളിക്കാരൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർക്കും അവർക്കും ഉള്ളത് ഒരേ നിയമമാണ്.
എന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത്തരത്തിലുള്ള വീഴ്പലക്കലുകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട്, അത് കൂടുതലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അത് പാകിസ്ഥാൻ്റെ ഇപ്പോൾ അഹമ്മദ് ഷെരീഫ് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് യാഥാർത്ഥ്യമാണ്. അതിനോടൊപ്പം പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തത് 12 പാകിസ്ഥാൻ സോൾജേഴ്സ് ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. പാകിസ്ഥാൻ കുറച്ച് സ്ഥലങ്ങൾ ഈ ഡുറാൻഡ് ലൈനിന്റെ ഭാഗത്ത് അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ അഫ്ഗാനിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകൾ ഇവർ കയറി പിടിച്ചിട്ടുണ്ട്. അതേപോലെ നിരവധി ചെക്ക് പോസ്റ്റുകൾ പാകിസ്ഥാന്റെ ഉള്ളിലും അഫ്ഗാനിസ്ഥാൻ കയറി പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകൾ ഉണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് എത്ര എണ്ണം നീ പിടിക്കുന്നു, എത്ര എണ്ണം ഞാൻ പിടിക്കുന്നു എന്നുള്ള തരത്തിൽ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെക്ക് പോസ്റ്റുകൾ, ഈ ബോർഡർ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകൾ ഇവർ പിടിച്ചടക്കുകയാണ്. അതിനോടൊപ്പം 274 താലിബാനികളെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട്, 18 പേരെ ബന്ദികളാക്കിയിട്ടുണ്ട്, മൊത്തം 74 പോസ്റ്റുകൾ ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെന്നാണ് അഹമ്മദ് ഷെരീഫിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് വരേണ്ടതുണ്ട്, അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവർ അപ്പോഴപ്പോഴും വീഡിയോ എടുത്ത് പുറത്തു വിടുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 157 അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകൾ പാകിസ്ഥാൻ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, അടിച്ച് തൂഫാനാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അമ്യൂണിഷൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. രീതിയായി അതുപോലെ റഷ്യയും ചൈനയും കൂടി ചേർന്ന് ഇറാന് ശക്തമായ രീതിയിലുള്ള പിന്തുണ, അമേരിക്ക ഏതൊക്കെ സ്ഥലങ്ങളിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ബ്ലൂ പ്രിന്റ് മാപ്പ്, അതുപോലെ അമേരിക്കൻ ബേസുകളുടെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്, ഇതെല്ലാം തന്നെ റിയൽ ടൈമായിട്ട് കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് റഷ്യയും ചൈനയും. ഇത് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇസ്രായേലും കൂടി ഈ യുദ്ധത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇനി ചൈനയും റഷ്യയും ഒരു പരിധിക്ക് കൂടുതൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേലിന് ഓൾറെഡി തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, കഴിഞ്ഞ 12 ദിവസത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അടി തുടങ്ങും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് ഈ ചൈനയുടെയും റഷ്യയുടെയും ഈ മാപ്പ് കൊടുക്കൽ, അതുപോലെ തന്നെ ഈ റഡാർ സിഗ്നൽ കൊടുക്കൽ, ഇതൊന്നും ഇസ്രായേലിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇൻഫാക്ട് കഴിഞ്ഞ തവണ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ലൊക്കേഷൻ ടാഗ് ചെയ്ത് കൊടുത്തത് ചൈനയാണെന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടാണ് ഇസ്രായേൽ ഇത്തവണ ഇറാനെതിരെ നീങ്ങുന്നത്. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ക്യൂബയാണ്. ഈ ക്യൂബയെ വല്ലാത്ത രീതിയിൽ ട്രംപ് ഉപദ്രവിക്കുകയാണ്. അതാണ്, അങ്ങനെ തന്നെയാണ് വാർത്ത വരുന്നത്. അതായത് വല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ക്യൂബയിൽ ഇതിനു മുമ്പ് ഉപരോധം ഏർപ്പെടുത്തി, ക്യൂബയ്ക്ക് ഒരു തരത്തിലും വെനിസുലയിൽ നിന്നും എണ്ണ കച്ചവടം ചെയ്യാൻ പാടില്ല, അതുപോലെ മറ്റുള്ള രാജ്യങ്ങളും ക്യൂബയ്ക്ക് എണ്ണ സപ്ലൈ ചെയ്യരുത്, ഓയിൽ ടാങ്കർ ഷിപ്മെന്റ് വഴി ക്യൂബയ്ക്ക് ഒരു തരത്തിലും എണ്ണ കൊടുക്കരുത് എന്നുള്ള നിബന്ധനയും അമേരിക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ക്യൂബയുമായിട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ ഉപരോധം കൊണ്ടുവരും. ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ അമേരിക്ക, ഈ സാഹചര്യത്തിൽ ക്യൂബയ്ക്കുള്ളിൽ അമേരിക്ക ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ക്യൂബൻ ബോട്ടുകളെ ടാർഗറ്റ് ചെയ്ത് ക്യൂബന്റെ ഫോഴ്സിനെ ഇവർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ക്യൂബൻ ഫോഴ്സിലുള്ള ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ക്യൂബ ഈ ആരോപണം അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഇല്ലാത്ത തരത്തിൽ അമേരിക്ക പെരുമാറുന്നു ക്യൂബയോട് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഈ വിഷയം ഇനി ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നുള്ളത് നമുക്കറിയില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ക്യൂബ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പം ഇതിനകത്ത് ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ചോദ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ നിങ്ങളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അറ്റാക്ക് നടത്തുമോ നടത്തുന്നില്ലയോ ഇതെല്ലാം തന്നെ നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്താൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് നടത്തും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.